യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് വീഡിയോസാണ് ഇൻവെസ്റ്റിങ്ങിനെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും പറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഇത് കാണുന്നുണ്ടെങ്കിൽ പോലും കൺഫ്യൂസ്ഡ് ആണ്, ഏത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഇന്ന് നമ്മൾ ഓരോ മാർക്കറ്റിൻ്റെയും കീ ഡിഫറൻസസ്, അതുപോലെ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളും, അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ച് ഏത് ട്രേഡിംഗ് സ്റ്റൈലാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. സോ ഇനി 10,000 വീഡിയോസ് ഒന്നും കാണണ്ട, ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്നതാണ്. സോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകും. മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ എന്താണ് സ്റ്റോക്കും ഫോറക്സും എന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ ഷെയർസ് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ട്രേഡിങ് നടക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേമിലേക്ക് 10 ഇയേഴ്സോ അല്ലെങ്കിൽ 20 ഇയേഴ്സിലേക്കാണ് സ്റ്റോക്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഹോൾഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒരു പോയിന്റ് കഴിയുമ്പോൾ കമ്പനീസിൻ്റെ ഫണ്ടമെൻ്റൽ വാല്യൂ കൂടുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. സോ ഇതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഫോറക്സ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനീസിൽ നിന്നും 2 രാജ്യങ്ങളുടെ കറൻസീസ് പെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ട്രേഡിംഗ് നടക്കുന്നത്. ഈ 2 കറൻസീസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റ് ഒരു വേൾഡ് വൈഡ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഗ്ലോബൽ എക്കണോമിക് ന്യൂസസ് ബേസ് ചെയ്തുകൊണ്ടാണ് കറൻസി പെയർസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോറക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഗ്ലോബൽ എക്കണോമിക് ന്യൂസസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമാണ്. ഇനി മാർക്കറ്റിന്റെ കീ ഡിഫറൻസസ് മനസ്സിലാക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ട്രേഡിംഗ് അവേഴ്സ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മോർണിംഗ് 9:30 AM to 3:30 PM ആണ്. ഇവിടെ തന്നെ മോർണിംഗിലെ ആദ്യത്തെ ഒരു 2 മണിക്കൂർ സമയത്ത് കൃത്യമായിട്ടുള്ള നല്ല പ്രൈസ് റേഞ്ച് കവർ ചെയ്യുന്ന മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡെഡ് വോളിയത്തിലായിരിക്കും വർക്ക് ചെയ്യുക. അതിനുശേഷം ആഫ്റ്റർനൂൺ ഒരു 1 PM ശേഷമാണ് മാർക്കറ്റിൽ അഗെയിൻ ഒരു പ്രൈസ് മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഫോറക്സ് മാർക്കറ്റ് ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ ട്രേഡിംഗ് അവേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി 5 ഡേയ്സും 24 അവേഴ്സും ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആണ്. 24 അവേഴ്സും ഓപ്പൺ ആണെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ തന്നെ കൃത്യമായിട്ട് വോളിയം കുറയുന്ന മൂവ്മെന്റ്സ് ഫോറക്സ് മാർക്കറ്റിലും പ്രസന്റ് ആണ്. അതുകൊണ്ട് ഓരോ രാജ്യങ്ങളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ടൈമും അതുപോലെ ഫോറക്സ് മാർക്കറ്റ് സെഷൻസും മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി വോളറ്റിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാർജ് പ്രൈസ് റേഞ്ച് കവർ ചെയ്യുന്ന മൂവ്മെന്റ്സ് വളരെ കുറവാണ്. പക്ഷേ എക്കണോമിക് ക്രൈസിസും അതുപോലെ പാൻഡമിക് ഒക്കെ ഹാപ്പൻ ആവുന്ന സമയത്ത് ഹൈ വോളറ്റിലിറ്റി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്രൈസിസ് സംഭവിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുകയും ലോ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോറക്സ് മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി മോസ്റ്റ് ഓഫ് ദി ഡേയ്സിൽ നമുക്ക് ഹ്യൂജ് വോളറ്റിലിറ്റി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ന്യൂസ് റിലീസും ഡാറ്റാസും ഒക്കെ വരുന്ന സമയത്ത് മിനിറ്റ്സിലും സെക്കൻഡ്സിനുമുള്ളിൽ ഹ്യൂജ് പിപ്പ് റേഞ്ച് കവർ ചെയ്യുന്ന മൂവ്മെന്റ്സ് നമുക്ക് ഹാപ്പൻ ആവാറുണ്ട്. നെക്സ്റ്റ് ലിക്വിഡിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലെ മേജർ ആയിട്ടുള്ള ബ്ലൂ ചിപ്പ് സ്റ്റോക്സ് എല്ലാം കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് അവേഴ്സിൽ ഈസി ആയിട്ട് സെൽ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ സ്മോൾ ക്യാപ് സ്റ്റോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ നമ്മൾ പൊസിഷൻസിൽ എൻറ്റേർഡ് ആണെങ്കിൽ അത് സെൽ ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹാപ്പൻ ആവുന്നത്. ഫോറക്സ് മാർക്കറ്റ് ആണ് വേൾഡിലെ ഏറ്റവും ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്. ഇവിടെ കൃത്യമായിട്ട് ഓരോ ദിവസവും $6.6 ട്രില്യൺ ആണ് ഡെയിലി ട്രാൻസാക്ഷൻ ആയിട്ട് ഹാപ്പൻ ആവുന്നത്. അതുകൊണ്ട് തന്നെ പൊസിഷൻസ് ഈസി ആയിട്ട് സെൽ ഓഫ് ചെയ്യാനും ബൈ ചെയ്യാനും ഒക്കെ നമുക്ക് അവിടെ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഓരോ മാർക്കറ്റിന്റെയും റെഗുലേഷൻസ് ആൻഡ് സേഫ്റ്റി നോക്കാം. ഇതിലൊരു റിയൽ ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ 2008 ഫോറക്സിലെ ഒരു വലിയ ബ്രോക്കർ ആയിരുന്നു ഗെയിൻ ക്യാപിറ്റൽസ്. പക്ഷേ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കാം എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിന് ശേഷം ഇത് മിസ്ഹാൻഡിൽ ചെയ്തു. കൃത്യമായിട്ട് ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാതെ വേറെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഫണ്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതോടൊപ്പം പ്രൈസസിൽ കുറെ മാറ്റങ്ങൾ സംഭവിക്കുകയും സ്ലിപ്പേജസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഒപ്പുകയാവുകയും ചെയ്തതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഹ്യൂജ് ലോസ് അവിടെ സംഭവിച്ചു. അന്ന് അതുപോലെ ഒരു സ്കാം നടത്തിയ സമയത്ത് നാഷണൽ ഫ്യൂച്ചേഴ്സ് അസോസിയേഷൻ US അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഫൈൻ എന്ന് പറയുന്നത് $5 lakh ആണ്. ഫോറക്സ് മാർക്കറ്റിൽ ഇതുപോലെയുള്ള സ്കാംസ് നടക്കാനുള്ള മെയിൻ റീസൺ നോക്കുകയാണെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി ഇല്ല. സോ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള സ്കാംസ് ഒക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1992 ഹർഷത് മേത്തയുടെ വലിയൊരു സ്കാം നടന്നതിന് ശേഷം അവിടെ കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി അതോറിറ്റി ആയിട്ട് സെബി വന്നിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്കാംസ് ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സോ ഇൻസൈഡ് ഇൻഫർമേഷൻ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെബിയുടെ കയ്യിൽ നിന്നുള്ള സ്ട്രിക്റ്റ് ആക്ഷൻസ് അവിടെ ഹാപ്പൻ ആവുന്നതാണ്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് ആണെന്നും ഫോറക്സ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഗുലേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ടുള്ള സ്കാംസ് കാര്യങ്ങൾ ഹാപ്പൻ ആവും. അതുകൊണ്ട് തന്നെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൽ കൃത്യമായിട്ടുള്ള റിസർച്ച് നടത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡിപ്പോസിറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ഇനി മാർക്കറ്റിലെ ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പയർഡ് ടു ഫോറക്സ് മാർക്കറ്റ് കുറച്ചധികം ഫണ്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ബ്രോക്കർ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്രെഡിറ്റ് ലിമിറ്റ് അല്ലെങ്കിൽ എക്സ്പോഷർ നമ്മുടെ ക്യാപിറ്റലിന് മുകളിൽ കുറച്ച് കുറവാണ്. 1 to 5 times വരെയാണ് നമുക്കത് കിട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഫോറക്സ് മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ $10 തൊട്ട് തന്നെ നമുക്കിത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ റീസൺ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ലിവറേജസ് വളരെ ഹയർ ആയിട്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പോഷർ യൂസ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ബ്ലോ ചെയ്യുന്ന മെന്റാലിറ്റി ഒക്കെ ഒരുപാട് ബിഗിനർ ട്രേഡേഴ്സിന് ഫോറക്സ് മാർക്കറ്റിൽ ഹാപ്പൻ ആവുന്നുണ്ട്. സോ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ റിസ്ക് കൺട്രോൾ ചെയ്യാനും നല്ലൊരു പ്ലാനോട് കൂടി ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഫോറക്സിന്റെയും സ്റ്റോക്കിന്റെയും കീ ഡിഫറൻസസ് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തുകൊണ്ട് ഏത് അസറ്റ് ക്ലാസ്സിൽ ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ബിഗിനർ ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കൂടുതൽ നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഫണ്ട് മാനേജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ഇൻട്രാഡേ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നോളജും പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ബാക്കി അസറ്റ് ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ആക്റ്റീവ്ലി ഇൻട്രാഡേ ട്രേഡ്സ് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് ടൈം അവൈലബിലിറ്റി ഇല്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റ് ആണ്. കാരണം 24 hours അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ ഡിഫറെന്റ് സെഷൻ ഓപ്പണിംഗിന്റെ സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഹൈ വോളിയം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ടൈം അല്ലെങ്കിൽ വർക്കിംഗ് ടൈം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2-3 hours മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ള സെഷൻ ഓപ്പണിംഗിന്റെ സമയത്ത് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിന്റെയും ഫോറക്സിന്റെയും പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് കംപ്ലീറ്റ്ലി സേഫും റെഗുലേറ്റഡും ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രമാണ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതോടൊപ്പം തന്നെ അവിടെ ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പോഷർ അല്ലെങ്കിൽ ലിവറേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ലാർജ് ക്യാപിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഹ്യൂജ് പ്രോഫിറ്റ്സ് മേക്ക് ചെയ്യാൻ സാധിക്കും. ഫോറക്സ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഹൈലി ലിക്വിഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ്. അതോടൊപ്പം തന്നെ 24 hours മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് കൊണ്ട് നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. ആൻഡ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹിഡൻ ചാർജസും കമ്മീഷൻസും ഫോറക്സ് മാർക്കറ്റിൽ വളരെ കുറവാണ്. പക്ഷെ ഇവിടെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബ്രോക്കേഴ്സിൽ സ്കാംസ് കാര്യങ്ങൾ ഹാപ്പൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഓവർ ലിവറേജ് യൂസ് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ബ്ലോ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. സോ കൃത്യമായിട്ടുള്ള ട്രേഡിംഗ് പ്ലാനും അതോടൊപ്പം തന്നെ നോളജും ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ്. സോ ഇത്രയും കോമൺ ആയിട്ടുള്ള ഡിഫറൻസസ് എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും ഏത് അസറ്റ് ക്ലാസ് ആണ് ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസ്സുകളാണ്. അവർക്ക് അവരുടേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സെർച്ച് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈലും മാർക്കറ്റുമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഈ ഒരു മാർക്കറ്റ് ക്ലാസ്സസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ്ലി ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ റിക്വയർമെന്റും അതിൽ നിങ്ങൾ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടും എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഹ്യൂജ് ക്യാപിറ്റൽസ് ഉണ്ട്, ലോങ് ടേമിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്സ് ആണ് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതല്ല നിങ്ങളുടെ ക്യാപിറ്റൽ കുറവാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹ്യൂജ് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഫോറക്സ് മാർക്കറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. നെക്സ്റ്റ് ടൈം കമ്മിറ്റ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എത്രയാണെന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ടൈം മാത്രമേ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അവിടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ആൻഡ് കുറച്ച് ടൈം നിങ്ങൾക്ക് സ്പെയർ ചെയ്തുകൊണ്ട് ഫോറക്സ് മാർക്കറ്റിലെ കൃത്യമായിട്ടുള്ള സെഷൻ ഓപ്പണിംഗ് ടൈമിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൈൻഡ് സെറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും എങ്ങനെയാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേഡിംഗ് ഒരു പ്രൊഫഷൻ മാത്രമല്ല, ഒരു ലൈഫ് സ്റ്റൈൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഡിസിപ്ലിൻഡ് റുട്ടീനും നല്ല രീതിയിലുള്ള പേഷ്യൻസോട് കൂടിയിട്ടുള്ള വെയിറ്റിംഗും ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ലോങ് ടേമിലേക്ക് നിങ്ങൾക്കൊരു പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു സക്സസ്ഫുൾ ട്രേഡിംഗ് കരിയർ ബിൽഡ് ചെയ്യാനും സാധിക്കും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പ്രോപ്പർ മാർക്കറ്റ് നോളജ് ആണ്.
മാർക്കറ്റിലേക്ക് വരുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള ടെക്നിക്കലും ഫണ്ടമെന്റൽ അനാലിസിസും നോക്കി അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷമായിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ ലോസസ് സംഭവിക്കുകയും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ സ്റ്റേ ഔട്ട് ചെയ്യാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ നല്ല രീതിയിലുള്ള പ്രോപ്പർ മാർക്കറ്റ് എഡ്യൂക്കേഷൻ ഗ്രാബ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിയും സക്സസ്ഫുൾ ട്രേഡിംഗ് കരിയറും നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് അയച്ചാൽ മാക്സിമം ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ആക്കി തരാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ സിമിലർ മാർക്കറ്റ് കോണ്ടന്റ്സ്.